ഹലോ, ഞാൻ ലിബിൻഡി. അപ്പൊ ഞാൻ ഇന്ന് വന്നെന്ന് പറഞ്ഞാൽ ഒരു സങ്കടകരമായ ഒരു വാർത്ത പറയാൻ വേണ്ടിയാ. അതായത് വേറെ ഒന്നല്ല, കലാഭവൻ നവാസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് സിനിമകളിലൂടെ പൊട്ടിച്ചെടുപ്പിച്ച ആളാണ് കലാഭവൻ നവാസ്. അതായത് കോമഡി രംഗത്ത് നിന്ന് സിനിമയിലേക്ക് വന്ന ഒരു നല്ലൊരു നടൻ. കാരണം പുള്ളിയുടെ സംസാര ശൈലിയും കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ ഗംഭീരമായിട്ട്. പിന്നെ പുള്ളിക്കാരൻ ഈ ബഡായി ബംഗ്ലാവ് അതിലൊക്കെ പുള്ളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും പുള്ളിയുണ്ട് ആ പുള്ളിയുടെ ഇനി ഇപ്പൊ പുള്ളിയുടെ ഒരു മികവ് തന്നെയായിരിക്കും. കാരണം പുള്ളി അത്യാവശ്യം നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അങ്ങനെയൊക്കെയാണ്. ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പുള്ളിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫോട്ടോ നോക്കിയിട്ട് ഇപ്പൊ കാണുന്നില്ല. അറിയാൻ പാടില്ല. പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നല്ലൊരു മനുഷ്യനായിരുന്നു. കാരണം നമ്മുടെ അടുത്തൊക്കെ അത്രയും കാര്യമായിട്ട് സംസാരിച്ചെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ. ഏതൊരാളുടെ അടുത്ത് അത്ര കാര്യമായിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് അറിയാലോ പുള്ളിയുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ അത് മനസ്സിലായതാ. പുള്ളി വളരെ നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു. പുള്ളിക്കാരൻ കലാഭവൻ നവാസ്, അതായത് പ്രകമ്പനം എന്ന് പറഞ്ഞ ഒരു പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ചോറ്റാനിക്കരയില് പോയപ്പോഴാണ് സംഭവം നടന്നത്. ചോറ്റാനിക്കര വൃന്ദാവൻ ലോഡ്ജോ അങ്ങനെ കണ്ട് അവിടെ എങ്ങാണ്ട് വെച്ചാണ് പുള്ളി കുഴഞ്ഞു വീണത്. അപ്പൊ തന്നെ ആശുപത്രി കൊണ്ടെങ്കിലും ഡെത്ത് കൺഫേം ചെയ്തു. അങ്ങനെ നടന്നു. പിന്നെ പോലീസ് അതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് എന്തുകൊണ്ടാണ് മരണകാരണമെന്നൊന്നും പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയാൻ പാടില്ല. കാരണം എനിക്ക് മനസ്സിലായില്ല, ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പുള്ളി ഞാൻ പറഞ്ഞില്ലേ കോമഡി എന്നാണ് പുള്ളി സിനിമയിൽ വന്നത്. പുള്ളി 92 അങ്ങനെ അപ്പൊ തുടങ്ങി ഞങ്ങളുടെ പടത്തിലുണ്ടാവും. കാരണം എനിക്ക് പുള്ളിയെ കണ്ടകണ പടം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരൊറ്റ പടമാണ്. ഒറ്റ പടമല്ല, ചോട്ടം പോട്ടെ ചട്ടമ്പിനാട്. ചട്ടമ്പിനാടിലെ പുള്ളിയുടെ ക്യാരക്ടറൊക്കെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാട്ടുപെട്ടി മച്ചാൻ, അതില് മുകേഷൊക്കെ ആയിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. മുകേഷിന്റെ കൂടെയൊക്കെ. എന്തായാലും പുള്ളിയുടെ അത് ഭയങ്കര ഒരു ടൈപ്പ്. എന്തായാലും ഞാൻ പുള്ളിനെ എവിടെ വെച്ച് കണ്ടേന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അത് പുള്ളിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ സംസാരിച്ച പുള്ളിയുടെ മുഖത്തുള്ള ആ ചിരിയും അതൊക്കെ നമുക്ക് അന്ന് തന്നെ നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ട. എന്തായാലും വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും. കാരണം പുള്ളി ചെയ്തു വെച്ചുള്ള റോള് ഇപ്പൊ പിഷാരുടെ ആയിട്ട് പുള്ളി കൗണ്ടർ അടിച്ച് നിൽക്കണ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. എന്തോ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതായത് പിഷാരിയുടെ അടുത്തൊക്കെ കൗണ്ടർ പറഞ്ഞു നിൽക്കാൻ പുള്ളിക്ക് എന്തായാലും പുള്ളിക്ക് അതിനുള്ള ഒരു കഴിവുണ്ട്. കാരണം കോമഡി എന്ന് പറഞ്ഞ കാരണം പുള്ളിക്ക് അതിനുള്ള ഒരു കഴിവുണ്ട്. പിന്നെ എന്തായാലും വലിയൊരു മികവ് ഒരു മികവ് തന്നെ ആയിരിക്കും. കാരണം പുള്ളിയുടെ എന്തായാലും വേറെ ഒന്നും പറയല്ല. പുള്ളി ഇപ്പൊ അതായത് എന്താ കാരണമെന്നൊന്നും ഇപ്പൊ പോലീസൊന്നും വ്യക്തമാക്കിയിട്ടില്ല. പോലീസ് വളരെ ഡെത്ത് കൺഫേം ചെയ്തിട്ടുള്ളൂ. എന്താ കാര്യം എന്നൊക്കെ ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിയുമ്പോ അറിയും. എന്തായാലും നല്ലൊരു മനുഷ്യനാണ്. ചട്ടമ്പിനാട് സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിൽ തന്നെ എന്തായാലും ആ പുള്ളി ചെയ്തിരുന്ന റോള്, അതായത് പക്ഷേ മല്ലയ്യയുടെ കൂടെ നടക്കണ ഒരാളായിട്ടല്ലേ നവാസ് അതിൽ അഭിനയിച്ചത്. അതായത് സലീം കുമാറിന് ആ ബോധം കെടുത്താനുള്ള ഒരു സ്പ്രേ എന്ന് പറഞ്ഞ പുള്ളി കൊടുക്കുന്നില്ലേ? അതൊക്കെയാണ് ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നത് പുള്ളിയുടെ. പിന്നെ പുള്ളി ഇപ്പൊ 2010 കണ്ടതാണോ മേരാ നാം ഷാജി, അതിലും പുള്ളി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ബഡായി ബംഗ്ലാവിലും പുള്ളി മുകേഷിന്റെ ഒപ്പം എന്താണ്ട് സംഭവം ഇല്ലേ? ഞാൻ കണ്ട ഓർമ്മ ഇപ്പൊ ഇല്ല. കാരണം കുറെ നാളായി ബഡായി ബംഗ്ലാവൊക്കെ ഇറങ്ങിയിട്ട്. അപ്പൊ എന്തായാലും വേദനിപ്പിക്കുന്ന ഒരു വിഷമുണ്ടാകുന്ന ഒരു കാര്യമാണ് പുള്ളിയുടെ മരണ വാർത്ത പറഞ്ഞു തന്നെ. കാരണം ഇപ്പൊ അടിക്കടി എത്ര മരണങ്ങൾ ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നടക്കണം. അതായത് ഇപ്പൊ മലയാളത്തിൽ തന്നെ ഇപ്പൊ ഇതേപോലെ തന്നെ മരണം തന്നെയായിരുന്നു കലാഭവൻ മണിയുടെ മരണം. അതെ, പലതും പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ എന്തായാലും ഈ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി അത് തന്നെയാ മരണം. എന്തായാലും ഇനിയിപ്പോ ഒന്നും പറയാനില്ല. ആളുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആളുടെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. എന്തായാലും ശരി.